വെൽക്കം എവ്രിവൺ ടു നിഷാസ് കിച്ചൻ. ഇന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ തയ്യാറാക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പോത്തിറച്ചി അതായത് പോത്തുകൊണ്ട് ഞാൻ ഇന്നൊരു ഫ്രൈയും ഒരു പോത്ത് പെരളനും ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ഫ്രൈ ഞാൻ ഉണ്ടാക്കത്തില്ല, അത് ഞാൻ പ്രത്യേകം മാറ്റി വെക്കും. അപ്പോൾ ഇത് 2 കിലോ പോത്താണ്. അപ്പോൾ അതിനകത്ത് ഞാനൊരു കുക്കറെടുത്തു, അതിനകത്ത് ഞാൻ ഇട്ടു. അത് കഴിഞ്ഞ് 2 സ്പൂൺ മുളക് പൊടി, ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മസാലപ്പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂട്ടുന്നു. ഇതിപ്പോൾ എനിക്കൊന്ന് ഒരു ഇച്ചിരി മൂക്കൊള്ളാൻ തോന്നുന്നു. എനിക്കൊന്ന് 5 വിസിലെങ്കിലും വരണം കുക്കറിൽ. കുക്കറിട്ട് 5 വിസിലടിച്ച് കഴിയുമ്പം ഇത് ബാക്കി റെഡിയാക്കാം. അതിനുശേഷം ഞാൻ തേങ്ങാക്കൊത്തെടുത്തു. തേങ്ങാക്കൊത്തൊന്ന് വെളിച്ചെണ്ണയാണ് എടുത്ത് ഞാൻ വെളിച്ചെണ്ണ ഇട്ടൊന്ന് മൂപ്പിച്ച് ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് അതിനിടയ്ക്ക് ഞാൻ ഉള്ളി 5 സവോള എടുത്തിട്ടുണ്ട്, ഇച്ചിരി കരിയാപ്പില ഇട്ടിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറായി കളറായപ്പോഴത്തേക്ക് സവോള ചെറുതായിട്ടൊന്ന് വാടിക്കട്ടെ. നെയ്ച്ചോറിനുള്ള ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് അരി വേവറായി നൂറ്റാൻ പോവാണ്. ഇടയ്ക്ക് കപ്പയും വേവിച്ചിട്ടുണ്ട്. കപ്പ ഇച്ചിരി തേങ്ങയൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട്, പിന്നെ അതിനകത്തുള്ള ഇച്ചിരി പച്ചമുളക് ഇട്ട് അരയ്ക്കും, പിന്നെ കരിയാപ്പില എല്ലാം ഇട്ട് നിറച്ച്, ഇച്ചിരി ജീരകവും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നിറച്ചിട്ട് ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടായിരുന്നു. ഉപ്പിട്ടപ്പോഴത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി. അപ്പോൾ ഞാൻ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് മൂടുകയാണ്. അതൊന്നിട്ട് അതൊന്ന് ഇളക്കി. അപ്പോൾ ഈ ബീഫ് 4 വിസിലടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അതിൻ്റെ ആ എയറൊന്ന് പോകുന്നിടം വരെ ഒന്ന് മാറ്റി വെച്ചിരുന്നു, ഒന്ന് വെന്തിട്ടിട്ട് വെക്കാം. അപ്പോൾ ഇനി അതിനുശേഷം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, സാധാ മുളക് പൊടി എരിവുള്ള. പിന്നെ ഒരു 3 സ്പൂൺ ചെറിയൊരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് ഞാൻ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടി. ഒരു പ്രത്യേക ടേസ്റ്റ് രുചിയും കൂടാണ്. ഒരു സ്വല്പം കുരുമുളക് പൊടി, കുരുമുളക് പറഞ്ഞാൽ കുരുമുളകാണ് നമുക്ക് ഒത്തിരി ഇച്ചിരി കൂടുതൽ ആവശ്യം. കുരുമുളക് പൊടി, കുരുമുളക് അതിൻ്റെ ഇട്ടിട്ടുണ്ട്. പിന്നെ മസാല, ഗരം മസാല. ഞാനിതിന് നമ്മുടെ മീറ്റ് മസാലയൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മുടെ വീട്ടിലുണ്ട്, അതാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് വഴറ്റിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറൊക്കെ ആയി കണ്ടില്ലേ, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം മുളക് പൊടി ഇതെല്ലാം കൂടെ കൊണ്ട് തട്ടി കൊടുക്കാം. പച്ചമുളക് ഒന്ന് പൂന്നിടത്തെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടും ഒന്ന് ഉള്ളിയെല്ലാം നല്ല ഒന്ന് അടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്ന് പോയിട്ട് അത് കഴിയും നമുക്ക് ബീഫ് തട്ടി കൊടുക്കാം.
പോത്തിനും കൂടെ എടുക്കാൻ രണ്ടിനും കൂടെ ആയതുകൊണ്ട് കുറച്ച് ഞാൻ കറി വെക്കാനായിട്ട്, അതായത് ഒന്ന് പെരളനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. കപ്പയൊക്കെ ഉള്ളത് കൊണ്ട് ചാറൊക്കെ നമുക്ക് വേണമല്ലോ. ചാറിന് വേണ്ടി നമുക്ക് റെഡിയാക്കാം. കപ്പയും പൂത്തിറച്ചി എന്ത് കോമ്പിനേഷൻ അല്ലേ. പിന്നെ കപ്പയും മത്തി, അതും ഒരു കോമ്പിനേഷൻ. റെഡിയായി, കപ്പ റെഡിയായി, പോത്തും റെഡിയായി. പോത്ത് കറി, പോത്ത് വെള്ളം പോത്ത് കറി. കപ്പയ്ക്ക് ഏതായാലും ചാറ് വേണം, അപ്പോൾ അത് ഇച്ചിരി ചാറിട്ടാണ് എടുത്തത്. ഫ്രൈ ചെയ്യാനുള്ളതിനെ ഞാൻ മാറ്റി വെച്ച് അതിന് ദിവസം ഞാൻ ഇതൊരു സിമ്പിൾ ബീഫ് കറി റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.